പിണറായി സർക്കാർ എന്തോ ഭയങ്കര സംഭവം ചെയ്യുന്നു. എന്തോ ഭയങ്കര സംഭവമല്ല ഇത്. പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ തായ്ക്കണ്ടി തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഈ ദുരന്ത ബാധിതർക്ക് കൊടുക്കുന്ന വീടല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. 750 കോടി രൂപ 750 കോടി രൂപ CMRDF എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഈ ദുരന്ത നിവാരണ ഫണ്ടില് 750 കോടി രൂപ ആരാ കൊടുത്തത്? ഇവിടുത്തെ സകലമാന ജനങ്ങളും ഈ ഒരു ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് സംഭാവന നൽകിയ 750 കോടി രൂപ കിടക്കുന്നുണ്ട് അല്ലേ? ഈ 750 കോടി രൂപ കേന്ദ്രം തന്നില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷേ നമുക്കറിയാം കേന്ദ്രം ഏറ്റവും അവസാനം ഒരു 560 കോടി കൊടുത്തിരുന്നു. എന്നിട്ട് പറയുന്നത് 50 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കണല്ലോ എന്നാണ് പറയുന്നത്. എന്താണ് 50 വർഷം കഴിഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കണോ വേണ്ടേ എന്നൊക്കെ അന്ന് തീരുമാനിച്ചോളൂ അന്നത്തെ ആൾക്കാർ. 50 വർഷത്തിനപ്പുറം തിരിച്ചടയ്ക്കണോ വേണ്ടയോ എന്ന് ഇപ്പൊ ഇങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമില്ല. 560 കോടി രൂപ കേന്ദ്രം തന്നു, ശരിയല്ലേ? 2 പ്രാവശ്യമായിട്ട് 260 220 കോടി രൂപ ഇതിന്റെ മുമ്പ് തന്നു എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു 2000 കോടി രൂപ പിണറായി സർക്കാരിന്റെ കയ്യിലുണ്ട്. എന്നിട്ടാണ് 2 വർഷം പൂർത്തിയാവാറാകുമ്പോ ഈ ദുരന്ത ബാധിതർക്ക് പകുതി പോലും 178 വീടുകളുടെ പണി പൂർത്തിയായി എന്നാ പറയുന്നത്. ഇത് എന്തുകൊണ്ടാ മാറ്റി വെച്ചതെന്നറിയോ? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന്റെ കഥ മാതൃഭൂമിക്കാർ അങ്ങനെ ഒരു കള്ള കഥ പറയുന്നു. യഥാർത്ഥത്തിൽ ഈ 178 വീടുകളുടെയും പണി പൂർത്തിയായിട്ടില്ല. താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തുറന്നിട്ട് അവിടെ താമസിക്കാൻ ആർക്കും പറ്റില്ല. പണി പൂർത്തിയാവാത്ത വീട് ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. ഉളുപ്പുണ്ടോ പിണറായി വിജയ? എന്നിട്ട് എന്തോ ഭയങ്കര സംഭവം. ഞങ്ങൾ എന്താ പറയാ ദുരന്ത ബാധിതർക്കൊപ്പമാണ് മണ്ണാങ്കട്ട. നിങ്ങൾ എന്ത് ദുരിത ബാധിതർക്കൊപ്പമാണോ? ഇനി 2 വർഷം ഈ പാവങ്ങൾ ഈ ദുരന്ത ബാധിതര് കിടക്കുകയാണ്. ഇവർക്കൊക്കെ ഈ 2 കോടി കൊടുത്തെന്ന് വിചാരിക്കി. ഈ പറയുന്ന 400 കുടുംബങ്ങൾക്ക് നിങ്ങൾ 2 കോടി വീതം പൈസ എടുത്ത് കൊടുത്താലും 800 കോടിയാവുള്ളൂ. ഇവിടെ 2000 കോടി കയ്യിൽ വെച്ചിട്ടാണ് ഈ ദുഷ്ടന്മാര് എന്ത് ചെയ്യുന്നത് അറിയോ? ഇമ്മാതിരി തെമ്മാടിത്തം കളിക്കുന്നത്. ഇതിന്റെയൊക്കെ കണക്ക് വരട്ടെ. ഇപ്പൊ ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നിട്ട് 8.22 കോടി രൂപ ദൂർത്തടിച്ചില്ലേ? 1 കോടി പോലും ഉണ്ടാവില്ല അല്ലെ? 1 കോടി രൂപ പോലും ചെലവാക്കിയിട്ടുണ്ടാവില്ല. അതിനാണ് 8.22 കോടിയുടെ ബില്ല് കൊടുത്തത്. കള്ളക്കണക്ക് കട്ടുമുടിക്കുക. ഈ ദുരന്ത നിവാരണത്തിൽ ഇവർ എത്ര കട്ടുമുടിച്ചു എന്ന് ഇത് കഴിയുമ്പോൾ നമ്മൾ വ്യക്തമാകും. ഒരു വീടിന് 30 ലക്ഷം രൂപയാണ് വകയിരുത്തിയത് അല്ലെ? 30 ലക്ഷം രൂപയുടെ വീടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരാളിന്റെ. വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 15 ലക്ഷം രൂപ വാങ്ങി പോയവർ ഒരുപാടുണ്ട്. ഇവിടെ ലൈഫ് ഭവന പദ്ധതിക്ക് കീഴിൽ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ 30 ലക്ഷത്തിന് വീട് എന്ന് പറയുന്നത് ഒരു 10 ലക്ഷത്തിന് വീടാണിത്. അതാണ് 30 ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കണക്ക് എഴുതി കൊടുക്കുന്നത്. അതുപോലും അതിന്റെ പണി പോലും തീർന്നിട്ടില്ല. ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതാ ന്യൂസ് ചാനലുകളൊക്കെ പറയുന്നുണ്ട്. അവിടെ വാട്ടർ കണക്ഷൻ ആയിട്ടില്ല ഒരു വീടിനും എന്ന് പറഞ്ഞാൽ അവിടെ പോയി താമസിക്കാൻ പറ്റുമോ? അങ്ങോട്ടേക്ക് സഞ്ചാര പാതകൾ ഇതുവരെ ഒരുക്കിയിട്ടില്ല. പോയി താമസിക്കാൻ പറ്റുമോ? ഉള്ളിൽ മേൽക്കൂര പലതിനും മേൽക്കൂരയായിട്ടില്ല, ടോയ്ലറ്റ് ആയിട്ടില്ല. പിന്നെ എന്താണോ നിങ്ങൾ ഇത്രയും കാലം ചെയ്തത്? ഇത്ര ഉളുപ്പില്ലാത്ത, ഇത്ര കെടുകാര്യസ്ഥതയുള്ള ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗുകാർ 50 വീടുകൾ ഉണ്ടാക്കി 28ാം തീയതി ഉദ്ഘാടനമാണ്. മുസ്ലിം ലീഗുകാര് നിങ്ങളുടെ തട്ടിപ്പിലേക്കൊന്നും ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ സ്വന്തം സ്ഥലം വാങ്ങി ആ സ്ഥലത്തിനെതിരെ ഒരുപാട് കേസ് കൊടുത്തിട്ട് അത് മുടക്കാൻ വേണ്ടി നോക്കി. തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന് പറയുന്ന നാറിയ സമീപനമാണ് ഈ പിണറായി സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളുടെ കണ്ണീര് ഇവർ കാണുന്നില്ല. മുസ്ലിം ലീഗുകാര് 28-ന് ഈ ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. ഈ വീടുകളുടെ താക്കോൽ കൈമാറാൻ പോവുകയാണ്. അതിന്റെ മുമ്പേ മുസ്ലിം ലീഗുകാർക്ക് മുമ്പേ ഞങ്ങൾ കൊടുത്തു എന്ന് ഇവർക്ക് എന്താ പറയാ മേനി നടിക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു 25-ന് ഉദ്ഘാടനം വെച്ചത്. പക്ഷേ എങ്ങനെ 25-ന് ഉദ്ഘാടനം വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയാവുമെന്ന് മനസ്സിലാക്കി. കാരണം ഒരു സൗകര്യവും ഒരുക്കാത്ത വീട് ഈ താക്കോൽദാനം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വെച്ചിട്ട് പ്രതിപക്ഷം മുതലെടുക്കുമല്ലോ എന്നുള്ള പേടിത്തൂറികളായ ഈ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ തോന്നിവാസമാണ്. 1-ാം തീയതി ആവുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ഒരാഴ്ച പോലും ഇല്ല. അതിന്റെ ഇടയ്ക്ക് എന്ത് പണി തീർക്കാനാണ്? അപ്പോഴും നിങ്ങൾ ദുരന്ത ബാധിതരെ വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ് അല്ലെ? അതാണ് വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം മാറ്റിവെച്ചു.